ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീസ് കോർണർ. അപ്പോൾ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ബെലൈക്കൺ പ്രസ് ചെയ്താൽ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഒരു സർബത്തിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾക്കൊക്കെ കണ്ടിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ കൂവളത്തിൻ്റെ ഫ്രൂട്ടാണ്. അപ്പോൾ അതുപയോഗിച്ച് എങ്ങനെ ഒരു സർബത്ത് അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ എല്ലാ പേരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കായ. ഇതാണ് കൂവളത്തിൻ്റെ കായ. ഇതിനെ സ്റ്റോൺ ആപ്പിൾ എന്നോ വുഡ് ആപ്പിൾ എന്നോ ഒക്കെ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ഗുണമുള്ളൊരു ഫ്രൂട്ടാണ്. തൊലി നല്ല കട്ടിയായിട്ടിരിക്കും. അത് കാരണം നമുക്കിത് കണ്ടിക്കാൻ പറ്റത്തില്ല. ഇതിനെ പൊട്ടിച്ചാണ് ഇതിൻ്റെ അകത്തുള്ള പൾപ്പ് എടുക്കുന്നത്. വെളിയിൽ ഇത്ര നല്ല കട്ടിയായാലും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൾപ്പാണ്. അത് കൂടാതെ തന്നെ ഡയബറ്റിക് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നല്ല മധുരമുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്കത് കുടിക്കാവുന്നതാണ്. അതുപോലെ അതിൽ ഉപ്പിട്ട് കുടിക്കണമെങ്കിൽ കുടിച്ചാൽ മതി. ഇത് പഴുക്കുമ്പോൾ നല്ല മധുരമാണ്. ശരിക്കും അത് വെള്ളത്തിലിട്ട് അങ്ങ് കുടിക്കാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ കൂവളത്തിൻ്റെ കായ പൊട്ടിച്ചെടുത്തിരിക്കുന്നു. പുറമേ വളരെ ഹാർഡാണെങ്കിലും അകത്ത് നല്ല സോഫ്റ്റാണ്. ഇത് നമുക്ക് സ്പൂൺ കൊണ്ട് പതുക്കെ നല്ല ഇളക്കിയെടുക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഒരിക്കലും ഇതിങ്ങനെ എടുത്ത് നിങ്ങൾ മിക്സിയിലിട്ട് അടിക്കരുത്. കാരണം അതിൻ്റെ കുരുവിന് ചെറിയൊരു കയ്പുണ്ട്. അത് കാരണം കയ്പിളവും. അതുകൊണ്ട് നിങ്ങളിങ്ങനെ സ്പൂണിലെടുത്ത് അതിനെ 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കുറച്ച് നേരം കുതിരാനായി വെക്കുക. അപ്പം മുഴുവൻ പൾപ്പും അതിലോട്ട് സോഫ്റ്റായി ആ വെള്ളവുമായിട്ട് മിക്സായിട്ടൊന്ന് ലൂസാവും. ശരിക്കും നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ തോടെന്ന് പറയുന്ന ഒരു ചെറിയൊരു ചിരട്ട കണക്കിരിക്കും. അപ്പോൾ അതിൽ പറ്റി പിടിച്ചിരിക്കുന്നത് വേണമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊടുത്താൽ അവർ കഴിച്ചോളും. ചെറുതായിട്ട് ഒരു സ്പൂൺ വെച്ച് ചിരണ്ടി അവർ കഴിക്കും. അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. കയ്പൊന്നുമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ മനസ്സിലാവും. വളരെ സോഫ്റ്റാണത്. അപ്പോൾ നമ്മൾ പൾപ്പ് അത്രയും അതിലുണ്ടായിരുന്ന മുഴുക്കപ്പം ഒരു ബൗളിലേക്ക് ഇട്ടു. ഇതിലിനി 1 ഗ്ലാസ് നിറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിരാനായി വയ്ക്കുക. 1 മണിക്കൂർ 2 മണിക്കൂർ വരെ കുതിരാൻ വെച്ചാൽ മതി. ഈ പൾപ്പ് മുഴുക്ക അതിൽ സ്പ്രെഡ് ആയിക്കോളും. ഒന്ന് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് കുറച്ച് നേരം ഇരുന്ന് ഉടച്ചിട്ട് അതങ്ങ് വച്ചിരുന്നാൽ മതി. ഉടനെ ഉണ്ടാക്കണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഞാനിതിങ്ങനെ 1 മണിക്കൂർ വെച്ചിട്ട് ചെയ്യാൻ പറയുന്നത് മുഴുക്ക പൾപ്പ് നമുക്ക് യൂസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ശകലം പോലും വേസ്റ്റ് ആവാതെ മുഴുവൻ പൾപ്പും നമുക്ക് എടുക്കാൻ കഴിയും.
അപ്പോൾ നമ്മുടെ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. അതിനെ കലയിലോ ഏതെങ്കിലും ഒരു വലിയ ഹോൾസ് ഉള്ള ഒരു അരിപ്പിൽ അരിച്ചെടുക്കുക. അപ്പോൾ ബാക്കി വീണ്ടും ശകലം എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഒന്നും കൂടി ഇതുപോലെ അരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ കട്ടിക്ക് നല്ല പൾപ്പാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പൾപ്പ് ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി നമ്മൾ ഒരു പ്രാവശ്യം കൂടി നന്നായിട്ട് ഇളകുന്നുണ്ട്. അപ്പോൾ ശകലം 1 ഗ്ലാസ് വെള്ളം ഒന്നും കൂടി ഒഴിച്ച് അതിനെ മാറ്റി വെച്ച് കുറച്ച് ഒന്നുകൂടി അതിലും കൂടി ഇട്ടൊന്ന് മാഷ് ചെയ്ത് പൊട്ടറ്റോ മാഷർ പോലത്തെ ഒരു മാഷർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചെയ്ത് ഒന്നും കൂടി അരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പൾപ്പ് കിട്ടും നമുക്ക്. അപ്പോൾ ടോട്ടൽ 2 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം അതിനെ കുതിർത്ത് വയ്ക്കാനായിട്ട് 1 ഗ്ലാസ് വെള്ളവും പിന്നെ ആ കുതിർത്ത് വെച്ചതിനെ അരിച്ചതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് വീണ്ടും ആ പൾപ്പ് ഒന്നും കൂടി മാഷ് ചെയ്ത് ഒന്നും കൂടി അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂവളത്തിൻ്റെ കായയുടെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇത് പഞ്ചസാര വേണമെങ്കിലും കുടിക്കാം. കൂടുതലും മധുരം വേണമെന്നുള്ളവർക്ക് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ഇപ്പം നല്ല മധുരമുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കാം. പിന്നെ ഇതിൽ ഉപ്പിട്ടും കഴിക്കാം. ഇപ്പോൾ കാലാനമക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ജീരകം പൊടിച്ച് മേളിലിട്ടിട്ടും കഴിക്കാം. അങ്ങനെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക്. അല്ലാതെ ഇത് വെറുതെ മധുരമൊന്നുമില്ലാതെ ഡയറക്റ്റും കഴിക്കാവുന്നതാണ്. കൂടാതെ ഇതിൽ തൈര് വേണമെങ്കിൽ 1 ഗ്ലാസ് തൈര് ഉപയോഗിച്ച് ഇട്ടും കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ തൈര് വെച്ച് ചെറിയൊരു പുളിപ്പ് ഇഷ്ടമുള്ളവർക്ക് ചെറിയ ഒരു തൈരും കൂടി ഉപയോഗിച്ച് മിക്സ് ചെയ്ത് ഇതും ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോഴും നല്ല തണുപ്പായിരിക്കും, വയറിന് നല്ല തണുപ്പായിരിക്കും. ഈ ചൂടത്ത് ചുഴലി അഥവാ ഈ ചൂട് കൊണ്ടുണ്ടാവുന്ന ഛർദിലും ഒക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുത്ത് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചൂടത്ത് കഴിക്കാൻ പറ്റിയ ഒരു സർബത്താണ്. പ്ലീസ് ട്രൈ ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.